പ്രൈസ് ദി ലോർഡ്. അനേകരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയും? പരിചയപ്പെട്ട പല പ്രിയപ്പെട്ടവരും തങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുവാൻ, ഒന്ന് കരകയറുവാൻ, ഇപ്പോഴത്തെ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം കാണുവാൻ അവർ ഒത്തിരി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കടം വാങ്ങിയും മറ്റു പല മേഖലകളിൽ അവരുടേതായ നിലയിൽ പുതിയ കാഴ്ചപ്പാടുകൾ വെച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങിയും ഒത്തിരി നേർച്ച, കാഴ്ച, വഴിപാട്, അർപ്പണങ്ങൾ, ഇതിനാലൊന്നും ജീവിതത്തിൽ ഒരു സക്സസ് കാണുന്നില്ല. ചിലരെ സംബന്ധിച്ച് അവർ ജോലികൾ പലതും മാറി മാറി ചെയ്യുക, ഒരു മാറ്റം പ്രതീക്ഷിച്ചായി ചെയ്യുന്നത്, ഒരു നേട്ടമാണ് ലക്ഷ്യം. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും സ്ഥിതിക്കൊന്നും ഒരു മാറ്റമില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി മാറുകയാണ്. ചിലർ ഒരിടത്തുനിന്ന് വാങ്ങി മറ്റിടത്ത് കൊടുത്ത്, അവിടുന്ന് വാങ്ങി വേറൊരിടത്ത് കൊടുത്ത്, ഏതെങ്കിലും ഒരു വിധത്തിൽ കരകയറുവാൻ ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇനിയിപ്പോൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് പോലും ചിന്തിച്ച് അവരുടെ ജീവിതത്തെ പോലും നശിപ്പിക്കുവാൻ, നഷ്ടപ്പെടുത്തി കളവാൻ അവിടെ ഒരു അവസരത്തിന് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഇതുവരെ പ്രതീക്ഷിക്കുന്ന ഒരു വിടുതൽ കാണാൻ കഴിയാതെ നിരാശ മാത്രമാണ്. എന്ത് ചെയ്യും? എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോടൊരു സന്ദേശം കൈമാറാനുണ്ട്. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ, ഒരു സാധ്യതയും കാണാത്തിടത്ത് വിശ്വസിക്കാം എന്ന് നമുക്ക് ഉറപ്പാക്കാൻ, നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരാളെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരാൾ, അത് ചെയ്തു തരാൻ, നമ്മളെ ഒന്ന് ഉയർത്തുവാൻ, ഒന്ന് മാനിക്കുവാൻ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം കൽപ്പിക്കാൻ കഴിവുള്ള ഒരാൾ, അത് മറ്റാരുമല്ല, നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ച്, നമ്മെപ്പോലെ ആഹാരം കഴിച്ചും ദാഹിച്ചും വിശന്നും നടന്ന് ക്ഷീണിച്ചും ഒക്കെ ഒരു മനുഷ്യനായി നമ്മോട് കൂടെ പാർത്ത ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന നസ്രായനായ യേശു ക്രിസ്തുവാണ്. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെ ഞാൻ തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് നമ്മുടെ പാപപ്രവൃത്തികളാണ്. ദൈവത്തിനിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ ചെയ്ത് ആ ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രകൃതമാണ് സാധാരണ മനുഷ്യൻ. എന്നാൽ ആ മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം ഈ ലോകത്തേക്ക് അയച്ച തൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. മനുഷ്യൻ ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തം ചെയ്യുവാൻ അവനെക്കൊണ്ട് കഴിയുന്നതായ സകല കാര്യങ്ങളും ചെയ്തിട്ട്, അവൻ്റെ മനസ്സാക്ഷി അവനെ പിന്നെയും പല കാര്യങ്ങളിലും പോരായ്മയുള്ളതായിട്ട്, കുറവുള്ളതായിട്ട്, തെറ്റ് നിൽക്കുന്നതായിട്ട്, പാപം നിലനിൽക്കുന്നതായിട്ട് അവന് ബോധ്യം വരുത്തിയിട്ട്, അവൻ്റെ പരിശ്രമങ്ങളിലൂടെയൊന്നും അവൻ്റെ മനസ്സാക്ഷിയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാതെ വണ്ണം കുറ്റങ്ങളും തെറ്റുകളും പാപങ്ങളും അകൃത്യങ്ങളും ലംഘനങ്ങളുമായി ഈ ലോക ജീവിതത്തിൽ ദൈവഭയമില്ലാതെ, ദൈവഹിതമല്ലാതെ ജീവിക്കുമ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം അയച്ചതാണ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തു. സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരം വരത്തക്ക നിലയിൽ ആ പാപം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യത്തിലായി 3 ആണികളിൽ തറയ്ക്കപ്പെട്ടവനായി അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശു കർത്താവ് പറയുന്ന വാക്കിതാണ്, നിവൃത്തിയായി.
മാനവ ചരിത്രത്തിൽ ഇനി മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുവാൻ വേറെ ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. അതിന് പുണ്യസ്ഥലങ്ങളിൽ പോകേണ്ട, നേർച്ച കാഴ്ചകൾ വേണ്ട, എന്തെങ്കിലും നമ്മുടെ പ്രാപ്തിക്കപ്പുറമായി പോയോ ചെയ്തോ ഒരു കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ട. ഒറ്റ കാര്യം, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ കാൽവറിയിൽ എനിക്ക് വേണ്ടി എനിക്ക് പകരമായി മരിച്ചു. ആ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി. അത് ഞാൻ ഹൃദയംഗമായി വിശ്വസിച്ച്, യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിക്കുന്നു, എൻ്റെ ഹൃദയ കവാടം ഞാൻ അങ്ങേക്കായി തുറന്നു തരുന്നു. തിരുവെഴുത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യേശു കർത്താവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തെ മുഴുവൻ, സ്നേഹിത, സഹോദര, പ്രിയ പിതാവേ, മാതാവേ, കുഞ്ഞേ, നിന്നെയും സ്നേഹിച്ചു, നമ്മളെയും സ്നേഹിച്ചു. നമ്മുടെ വേദനകളറിയാം, ഭാരങ്ങളറിയാം, നൊമ്പരങ്ങളറിയാം, ആരോടും പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങളറിയാം. ഇതെല്ലാം കർത്താവിനറിയാം. എന്നാൽ കർത്താവ് ഇന്ന് അറിയുന്നത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശുദ്ധ മനസാക്ഷിയിൽ ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി കർത്താവിന് അഥവാ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിപ്പാൻ, ഒരു വാസ്തവമായി കേട്ടതുപോലെ ഒരു ദൈവവൈതലായി ജീവിപ്പാൻ നമുക്കൊരു സമർപ്പണമുണ്ട്. ഈ ലോകത്തിൽ പണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മോഹങ്ങളോ അല്ലെങ്കിൽ അല്പമായ ഏതെങ്കിലുമൊക്കെ സ്വാധീനങ്ങളോ ഒന്നും നമുക്ക് നിലനിൽക്കുന്ന രക്ഷ തരത്തില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. അത് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരൊറ്റ നാമമുള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ നാമം. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ആ യേശുക്രിസ്തു വരികയാണ്. അവനിൽ വാഴുവാൻ, അവന് കർത്തൃത്വം നടത്തുവാൻ, നിത്യതയിൽ കർത്താവിനോടൊപ്പം യുഗായുഗമായി വാഴുവാൻ ആ സമർപ്പണം കൊണ്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ രക്ഷപ്പെടാം, രക്ഷ പ്രാപിക്കാം എന്നോർത്ത് ഇതുവരെ ഓടി. എന്നാൽ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് മറ്റൊരുത്തനിലും ആ രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവേ, അല്ലെങ്കിൽ കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നിൽ വാഴണമേ, എന്നെ ഒരു ദൈവ പൈതലാക്കി, അങ്ങേക്ക് ഇഷ്ടവും പ്രസാദമുള്ളൊരു പൈതലാക്കി എന്നെ തീർക്കണമേ. ആ നിലയിൽ ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നൊരാഴമയുടെ സമർപ്പണം നമുക്കുണ്ടാകണം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനുണ്ട്. ആൾ പൊക്കമൊക്കെ കുറവാണ്. എന്നാൽ അദ്ദേഹം ഒരു ചീഫ് ടാക്സ് കളക്ടറാണ്. എന്ന് പറഞ്ഞാൽ ചുങ്കം പിരിക്കുന്നവരിൽ പ്രധാനിയായ മനുഷ്യനാണ്. തൻ്റെ ഹൃദയത്തിലൊരാഗ്രഹമുണ്ടായി. എന്താണ്? യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിനെ ഒന്ന് കാണണമെന്ന് താൻ ആഗ്രഹിച്ചു. എന്നാൽ ആ വചനത്തിൽ വായിക്കുമ്പോൾ കാണുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് താൻ ചെന്നു കാണാനുള്ള ആഗ്രഹത്തോട്. പക്ഷേ രണ്ട് കാര്യങ്ങൾ തന്നെ തടഞ്ഞു. ഒന്നാമത്തത്, യേശുവിൻ്റെ ചുറ്റും പുരുഷാരമാണ്. യേശുവിനെ വളഞ്ഞു നിൽക്കുന്ന, ചുറ്റി നിൽക്കുന്ന പുരുഷാരം. രണ്ടാമത്തെ കാര്യം, തൻ്റെ പൊക്കക്കുറവാണ്. താൻ സാധാരണ മനുഷ്യരെക്കാൾ പൊക്കം കുറവായൊരു മനുഷ്യനാണ്. കുള്ളൻ സക്കായി എന്നാണ് അതിനെക്കുറിച്ച് വിളിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് അപഗ്രഥിച്ചാൽ, ഒന്നാമത്തത്, ഇന്ന് യേശുവിനെ അംഗീകരിക്കുകയും യേശുവിനെ ആരാധിക്കുകയും യേശുവിനെ പ്രകീർത്തിക്കുകയും യേശു കർത്താവിനെ പിൻഗമിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട്. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ യേശുവിനെ അറിയുവാൻ ആഗ്രഹമുള്ള, യേശുവിനോട് അടുക്കുവാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാരെ ഇവർ തടയുകയാണ്. കാരണം സാക്ഷ്യമില്ലാത്ത അവരുടെ ജീവിതം. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹമുള്ളവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് വിടാത്തവണ്ണം അവരുടെ ജീവിതവും പ്രവൃത്തിയും, പ്രസംഗം ഒന്ന് പ്രവൃത്തി വേറെ എന്നിങ്ങനെയുള്ളതായ ജീവിത കാര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഈ പുരുഷാരം സക്കായിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനും യേശുവിനെ കാണുന്നതിനും തടസ്സമായതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിനെ അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ
നമ്മുടെ ജീവിതം ഒരിക്കലും മറ്റൊരുവൻ യേശുവിനെ കാണുന്നതിന് തടസ്സമാകരുതേ. രണ്ടാമത്തെ വിഷയം, അവൻ്റെ ജീവിതത്തിൽ പൊക്കക്കുറവായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ തനിക്ക് കുറവാണ്, പോരായ്മയാണ്. അങ്ങനെയെങ്കിൽ പോരായ്മയും കുറവുമുള്ള സക്കായി യേശുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് താൻ ചെയ്തത് ഇനിയിപ്പോൾ തടസ്സമാണല്ലോ എന്നോർത്ത് പിന്മാറുകയല്ല ചെയ്യുന്നത്. തനിക്ക് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. എന്താണ് മുമ്പോട്ടിനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തനിക്കൊരു ആഴമേറിയൊരു ദർശനം, ദീർഘദർശനം, ഫോർസൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് യേശു വരുന്ന വഴി താൻ മുമ്പോട്ട് ഓടി. ആ വഴിയരികിൽ നിൽക്കുന്ന ഒരു കാട്ടത്തി മരത്തിന്മേൽ താൻ വലിഞ്ഞു കയറി. ഒരു ബാലൻ ഒരു മരത്തിൽ എങ്ങനെ കയറുന്നു അതുപോലെ താൻ ആ മരത്തിൽ വലിഞ്ഞു കയറാൻ, അത് കയറുവാനിടയായി. ആ ഇലകൾക്കടിയിൽ പതുങ്ങിയിരുന്ന് താഴെ കൂടെ വരുന്ന യേശുവിനെ കാണാമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ആ സക്കായി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ബാലനെ പോലെ, ഒന്ന് കുറവുള്ളവനാണ് എങ്കിലും രണ്ടാമത്തത് ഏതിന് എന്ത് റിസ്ക്കും എടുക്കാൻ ഒരു ബാലനെ പോലെ താൻ എന്ത് ചെയ്തു, അവിടെ കയറാൻ അതിനൊരു ഉത്സാഹം കാണിപ്പാനിടയായി. യേശു വരുന്ന വഴി ആ സക്കായി ഇരുന്ന കാട്ടത്തിയുടെ ചുവട്ടിൽ യേശു വന്നപ്പോൾ യേശുവിനോട് ആരും പറഞ്ഞില്ല, ആരും തോണ്ടി വിളിച്ചില്ല. സക്കായി അവിടുന്ന് താഴേക്ക് എന്തെങ്കിലും ഒരു അടയാളം ഇട്ടുകൊടുത്തില്ല. പക്ഷേ താഴെ വന്ന യേശു നേരെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയേ. യേശുവിനെ കാണുവാനുള്ള ആഗ്രഹവും യേശുവിനെ സമീപിക്കുവാനുള്ള ആഗ്രഹവുമുള്ള വ്യക്തിയെ മുന്നമേ അറിയുന്നവനായ കർത്താവ്. അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നത്. സക്കായിയായിട്ട് അതുവരെ പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും ആ ഒറ്റ അല്ലെങ്കിൽ കണ്ടുമുട്ടൽ അല്ലെങ്കിൽ യേശു കർത്താവിനെ കാണണമെന്ന് ആഗ്രഹത്തോടിരുന്ന സക്കായി ഇരുന്ന സ്ഥലത്ത് വന്നപ്പോൾ യേശു നേരെ മുകളിലേക്ക് നോക്കിയിട്ട് അവൻ്റെ പേര് വിളിച്ചെന്നുള്ളതാണ്. സക്കായിയേ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്കിയേ, ഒന്ന് കാണണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ യേശു തൻ്റെ അന്നത്തെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് തന്നെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയോട് കൂടെ താമസിക്കുവാൻ യേശു തീരുമാനിപ്പാനിടയായി. സക്കായി വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നെന്നാണ്. വളരെ ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ട് അങ്ങനെ അവരൊന്നിച്ച് ആ പുരുഷാരം ഉൾപ്പെടെ ഈ സക്കായിയുടെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് കണ്ടവരെല്ലാം പറഞ്ഞു, കണ്ടോ യേശു എങ്ങനെയുള്ള ഒരാളുടെ വീട്ടിലേക്കായി പോകുന്നത്, പാപിയായൊരു മനുഷ്യനാണ്, യേശുവിനൊന്നും അറിയത്തില്ലേ എന്നൊക്കെ അവർ പറയുമ്പോഴും യേശു കർത്താവ് ആ വ്യക്തിയുടെ അഥവാ സക്കായിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സക്കായി ഒരു കാര്യം പറയുകയാണ്. അതിങ്ങനെയാണ് സക്കായി പറയുക, ഞാനേ സ്വത്രം എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സക്കായി തന്നെ കണ്ടു. യേശുവിൻ്റെ ആ സാന്നിധ്യത്തിൽ തൻ്റെ കുറവുകൾ തനിക്ക് മനസ്സിലായി, പോരായ്മകൾ മനസ്സിലായി. തനിക്ക് സ്വത്തുണ്ട്, ധനികനാണ്. ആ സ്വത്തിൻ്റെ പാതി ദരിദ്രർക്ക് കൊടുക്കാൻ ഒരു തീരുമാനമെടുത്തു. യേശുവിനെ അറിഞ്ഞവർ സ്വത്തുണ്ടാക്കുകയല്ല, അവർക്കുള്ളതിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിനുണ്ട് ചെലവിടുവാനാണ് ഇന്നും തയ്യാറായി നിൽക്കുന്നത്. സക്കായിയുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം, ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ന്യായപ്രമാണം പറയുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാൻ സക്കായി തയ്യാറായി. യേശു പറയുന്ന ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പല വഴികൾ നോക്കി, പല പ്രയത്നങ്ങൾ നോക്കി, ഒന്നും സഫലമായില്ല. എന്നാൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത്, യേശു കർത്താവിനെ കൈക്കൊണ്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ രക്ഷ ഈ ഭൂമിയിലെ രക്ഷ മാത്രമല്ല, നിത്യമായൊരു ജീവിതം യേശു ക്രിസ്തുവിനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുവാൻ, ആ കർത്താവിനോട് കൂടെയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കായി യേശു എന്ന വഴിയാ ഇത് തുറന്നു തന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നമുക്ക് ദൈവസനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു സക്കായി തൻ്റെ ജീവിതത്തിൽ യേശു എങ്ങനെയുള്ളവനെന്നൊന്ന് കാണുവാൻ ആഗ്രഹിച്ചെങ്കിൽ ആ സക്കായിയെ പേര് ചൊല്ലി വിളിച്ച് താനായിരുന്ന സ്ഥാനത്തു നിന്ന് തന്നെ അത് തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പാർക്കത്തക്ക നിലയിൽ
അത്രമാത്രം ഒരാഴമേറിയ ബന്ധത്തിലേക്ക് യേശു കർത്താവ് സക്കായുമായിട്ടുള്ള ബന്ധത്തിൽ എത്തിച്ചേർന്നതുപോലെ എന്നെ കർത്താവെ ഇന്ന് ഈ വചനത്തിലൂടെ കേട്ട സകല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ യേശു ക്രിസ്തുവുമായി ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് അവരെ വഴി നടത്തണമേ. തങ്ങളുടെ കുറവുകളും തെറ്റുകളും പാപങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു ദൈവ പൈതലായി ജീവിപ്പാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ നിത്യരാജ്യത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ആ നിലയിൽ സമർപ്പണമെടുത്ത സകലരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവിക സമാധാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ദൈവിക സന്തോഷം ഉണ്ടാകട്ടെ. ഇന്നുവരെ പരിശ്രമിച്ചിട്ട് നടക്കാത്തതായ ആ നിലയിലുള്ള വിടുതലുകൾ ഏതെല്ലാമോ അതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പ്രാപിച്ചെടുക്കുവാൻ ദൈവം അവരെ സഹായിക്കും. പ്രാർത്ഥന കൈക്കൊള്ളാനായി നന്ദി. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തു എന്ന സ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ ഇത് മറ്റുള്ളവർക്കും ഒരനുഗ്രഹമായി തീരട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.